ഗുഡ് ഈവനിംഗ് കേരളം. കൂടുതൽ വാർത്തകളിലേക്ക്. CKGM കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പേരാമ്പ്രയിൽ UDF ഹർത്താലാണെന്ന് രാവിലെ തുറന്ന എല്ലാ കടകളും പ്രവർത്തകർ അടപ്പിച്ചു. ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ SFI KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ടൗണിൽ ഇന്നലെ UDF പ്രഖ്യാപിച്ചിരുന്ന ഹർത്താൽ രാവിലെ 6 മണിയോടെ ആരംഭിച്ചിരിക്കുകയാണ്. വൈകിട്ട് 5 വരെ ഹർത്താൽ നീളുമെന്നുള്ളതാണ് UDF പ്രവർത്തകർ അറിയിക്കുന്നത്. CKGM കോളേജിൽ ഇന്നലെ നടന്ന യൂണിയൻ ചെയർമാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ് ഇപ്പോൾ ഹർത്താൽ വരെ എത്തിയിരിക്കുന്നത്. ഈ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന കോളേജാണ് CKGM. അവിടെയാണ് ഇന്നലെ ഇലക്ഷൻ നടന്നത്. ഈ ഇലക്ഷനിലേക്ക് 20 സീറ്റിൽ 5 സീറ്റും UDSF കരസ്ഥമാക്കിയിരുന്നു. ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ UDSF സ്വന്തമാക്കിയിരുന്നു. ഇതിലവർ ആഹ്ലാദ പ്രകടനവും നടത്തുകയുണ്ടായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് UDSF വലിയൊരു മികച്ച മുന്നേറ്റം കോളേജിൽ ഉണ്ടാക്കുന്നത്. അവർ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. ആദ്യം മിനി സിവിൽ സ്റ്റേഷനിലേക്കായിരുന്നു ആഹ്ലാദ പ്രകടനം. അത് പോലീസ് തടഞ്ഞു. പിന്നീട് പേരാമ്പ്ര മാർക്കറ്റ് പരിസരത്തേക്ക് UDSF പ്രവർത്തകരും അതോടൊപ്പം തന്നെ UDF പ്രവർത്തകരും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ ആഹ്ലാദ പ്രകടനം നടത്തി. അതും പോലീസ് തടയുകയായിരുന്നു. കാരണമായി പറഞ്ഞത് ഇവർ ഈ മാർക്കറ്റ് പരിസരത്തേക്ക് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് എതിർവശത്തായി LDF പ്രവർത്തകർ, DYFI പ്രവർത്തകരും അതുപോലെ തന്നെ CPM പ്രവർത്തകരും SFI പ്രവർത്തകരും ഉൾപ്പെടുന്ന ഒരുപാട് പ്രവർത്തകർ അവിടെ തമ്പടിച്ചിരുന്നു. അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അവിടെ നിന്നും ഈ പ്രവർത്തകരെ മാറ്റുന്നത് അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനം തടഞ്ഞതെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. പിന്നീട് അത് വാക്ക് തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ ഗ്രനേഡ് ഉൾപ്പെടെ പ്രയോഗിച്ചിരുന്നു. അത് വലിയ വാക്കേറ്റത്തിലേക്കും മറ്റും പോയി. ഈ പ്രവർത്തകർക്കൊക്കെ ഒരുപാട് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സംഘർഷത്തിൽ ഏതായാലും പോലീസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. SFI KSU പ്രവർത്തകർക്ക് എതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക്, അംഗങ്ങൾക്ക് ഒരു ആഹ്ലാദ പ്രകടനം നടത്താൻ പോലീസ് അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഭരണകൂടത്തിന് അനുകൂലമായി ഗോഗോ പാടുന്ന പോലീസ് സംവിധാനമാണ് ഇന്നലെ പേരാമ്പ്രയിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു. അവര് പേരാമ്പ്ര മാർക്കറ്റ് പരിസരത്ത് വെച്ച് പ്രകടനം അവസാനിപ്പിക്കണം. അവിടെ വെച്ച് പോലീസ് തടഞ്ഞിട്ട് അതിനെ ധിക്കരിച്ചുകൊണ്ട് നേതൃത്വത്തെ അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ കൂടെ ഉണ്ടായിട്ട് അതിനെ ധിക്കരിച്ച് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോലീസ് ആ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ പാലിക്കണമെന്ന് പറയില്ലേ, അതിൻ്റെ ഭാഗമായി പ്രതികരിച്ചിട്ടുണ്ടാവും. കോച്ചിങ് സെന്റർ തുറന്നിരുന്നു. അവിടേക്ക് കുട്ടികൾ എത്തിയിരുന്നു. ഈ കോച്ചിങ് സെന്ററിന്റെ പ്രവർത്തനം ഈ UDF പ്രവർത്തകർ ഇടപെട്ട് നിർത്തിവെക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. ഞങ്ങൾ രാവിലെ PSC ക്ലാസ്സിൽ വന്നതാണ്. പിന്നെ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ രാവിലെ ഗ്രൂപ്പിൽ മെസ്സേജ് നോക്കിയിട്ടൊന്നല്ല വരുന്നത്. രാവിലെ ഇവിടെ കമ്പൈൻ സ്റ്റഡി ക്ലാസ്സിനും അല്ലാണ്ട് കോച്ചിങ് ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ വരുന്നത്. അപ്പോൾ രാവിലെ വരും, നമ്മൾ ക്ലാസ്സിന് പോകും. വൈകിട്ട് വരെ ഇത്തരത്തിൽ കടകൾ തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.